ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിനെയും വൈജയന്തിയുടെ ഹസ്ബൻഡിനെയാണ്. അങ്ങനെ വൈജയന്തിയോട് പറയാണ് ഹസ്ബൻഡ്, നീ എന്തിനാണ് വെറുതെ ജോലിക്ക് പോകുന്നത്? ഈ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ബാങ്കിൽ ജോലിക്ക് പോകേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം വൈജയന്തി പറഞ്ഞു, പിന്നെന്താ, നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാൻ ഓച്ചാനിച്ച് നിന്ന് പൈസ മേടിക്കണോ? അതിനെ ഈ വൈജയന്തിനെ കിട്ടില്ല. ഞാൻ ആരുടെ മോളാണെന്ന് അറിയാലോ, കുഞ്ഞിരാമൻ മേനോന്റെ മോളാണ്. അതുപോലെ തന്നെ അന്തസ്സും അഭിമാനവും ഒക്കെ എനിക്കുണ്ട്. പിന്നെ എന്നാണ് നിങ്ങൾക്ക് പൈസയൊക്കെ ഉണ്ടായത്? നിങ്ങൾക്ക് എന്ന് പൈസ ഉണ്ടായി? അതുപോലെയല്ല എൻ്റെ കുടുംബക്കാർക്ക് പാരമ്പര്യ സ്വത്ത് മുതലേ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ അഭിമാനവും ആ ഒരു അന്തസ്സും ഒന്നും കളഞ്ഞു മുടിപ്പിക്കാനേ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്നും ഈ വൈജയന്തി അധ്വാനിച്ച് അല്ലെങ്കിൽ വൈജയന്തിയുടെ പൈസ കൊണ്ട് മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളാണ്. അല്ലാതെ മറ്റുള്ളവരുടെ സ്വത്ത് കണ്ട് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുമില്ല, ഞങ്ങൾ മോഹിക്കാറുമില്ല. പിന്നെ പുത്തൻ പണക്കാര് ഇങ്ങനെ പലതും പറയും, അത് കേട്ട് എനിക്ക് ഒന്നും ആവശ്യമില്ല. ഞാൻ ബാങ്കിൽ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അത് എൻ്റെ പാഷനാണ്, എനിക്ക് പൈസ സമ്പാദിക്കാനാണ്. നീ ഇങ്ങനെ പൈസ സമ്പാദിച്ച് ബാങ്കിൽ കുറെ പൈസ കൂട്ടിയിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? അതെ, മക്കളെ നോക്കേണ്ട സമയത്ത് നോക്കണം വൈജയന്തി. നീ അതെന്താ മനസ്സിലാക്കാത്തത്? നീ ഒന്ന് ഓർത്തു നോക്കിയേ. നിന്റെ മക്കള് വന്നോ, സ്കൂളിൽ പോയോ, പഠിച്ചോ, ഉണ്ടോ, ഉറങ്ങിയോ എന്ന് വല്ലോ നീ ശ്രദ്ധിക്കാറുണ്ടോ? അതിനൊന്നും നിനക്ക് സമയമില്ല. ഒരു PTA മീറ്റിങ്ങിന് നീ പോകാറുണ്ടോ? അതിനും നിനക്ക് സമയമില്ല. അല്ല, ഈ പറയുന്ന നിങ്ങൾ PTA മീറ്റിങ്ങിന് പോകാറുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കാറുണ്ടോ? ഉണ്ട്, ഞാനിതൊക്കെ അന്വേഷിക്കാറുമുണ്ട്. അവളുടെ കാര്യങ്ങൾ അവരുടെ ടീച്ചേഴ്സിനെ വിളിച്ച് അന്വേഷിക്കുകയും PTA മീറ്റിങ്ങിനൊക്കെ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വൈജയന്തിക്ക് ഉത്തരം മുട്ടിപ്പോയിട്ടോ. അപ്പം ഹസ്ബൻഡ് പറയാണ്, അതെ, പൈസ കുന്നുകൂട്ടി വെക്കുന്നതിനിടയിൽ പല ബന്ധങ്ങളും നീ മറന്നു പോകുന്നുണ്ട്. അത് നീ മറക്കരുത്. ബന്ധങ്ങൾ തന്നെയാണ്. ആ ബന്ധങ്ങളെ ചിലപ്പോൾ പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിന്റെ ഈ പോക്ക് അത് ചിലപ്പോൾ എങ്ങോട്ടാണെന്ന് പോലും എനിക്ക് അറിയാറില്ല. ഞാൻ ചോദിക്കാറുമില്ല. പിന്നെ നിനക്ക് പൈസ വേണമെങ്കിൽ നീ അത്യാവശ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ നീ പറഞ്ഞ നിന്റെ കുടുംബക്കാരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വീണ്ടും എന്തിനാണ് വൈജയന്തി വെറുതെ കിടന്ന് അധ്വാനിക്കുന്നത്? ഞാൻ അധ്വാനിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് എന്താ പ്രശ്നം? അതെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഈ പുത്തമ്പണം കണ്ടിട്ട് കിടന്ന് തുള്ളേണ്ട കാര്യമില്ല. ഞാൻ ഈ പടം കണ്ടു തുടങ്ങിയത് ചെറുപ്പം മുതലെയാ. നിങ്ങൾ എന്നെ വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നതിൽ പിന്നെയാണല്ലോ പടം കാണാൻ തുടങ്ങിയത്. ഓ, അപ്പോഴത്തേക്കും തുടങ്ങിയില്ലോ. എന്തിനാ വെറുതെ സ്വന്തം പല്ലിന്റെ ഇട കുത്തി മണപ്പിക്കുന്നത്? എന്തിനാ നീ എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പൈസ അത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, അല്ലാതെ നിന്റെ കുടുംബത്തിൽ നിന്ന് വന്നു കയറി നിന്റെ കുടുംബത്തിൽ കൈവാരിയിട്ട് ഉണ്ടാക്കിയതൊന്നും അല്ലല്ലോ. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് പൈസ. അത് പലപ്പോഴും പല സമയത്തായിട്ട് വന്നേക്കാം, പോയേക്കാം. ഒരു സമയത്ത് പൈസ ഇല്ലാത്തവർക്ക് ഒരു സമയത്ത് ചിലപ്പോൾ പൈസ കിട്ടിയെന്ന് വരും. അതൊക്കെ ജീവിത സാഹചര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അതല്ല നിന്നോട് പറയുന്നത്. കുട്ടികളെ നോക്കേണ്ട സമയത്ത് നമ്മൾ നോക്കിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല, നിങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതാ വെറുതെ എന്റെ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി അങ്ങ് പോയിട്ട്, അപ്പൊ പുള്ളിക്കാരി കുറച്ച് എന്താ പറയാ, അഭിമാനവും അന്തസ്സും ഒക്കെ നോക്കി ഈ പറയുന്ന ഹസ്ബൻഡിനെ കുറച്ച് അടിച്ചമർത്തിയൊക്കെ ജീവിക്കുന്ന ഒരു പുള്ളിക്കാരിയാണ്. അതായത് നമ്മുടെ വൈജയന്തിയുടെ ഹസ്ബൻഡ് പറയുന്ന ഒന്നും കേൾക്കാത്ത ഒരു സ്ത്രീയാണ്. വൈജയന്തിയുടെ ഹസ്ബൻഡിന്റെ പേര് ബാലേന്ദ്രൻ എന്നാണ്. അപ്പൊ പുള്ളിക്കാരന് എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികളെയൊക്കെ നോക്കി വീട്ടിലിരിക്കുക, പൈസക്ക് കുറവൊന്നും ഇല്ലല്ലോ എന്നാണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മുടെ വൈജയന്തി പറയുന്നത്, എന്റെ അന്തസ്സും അഭിമാനവും കളഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വലിയൊരു വീമ്പൊക്കെ അടിച്ച് വലിയൊരു ഗമയ്ക്ക് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അന്തസ്സും അഭിമാനവുമുള്ള ഒരു കുടുംബത്തിൽ പിറന്നതാണ് എന്നൊക്കെ നൂറിൽ എന്താ പറയാ, എപ്പോഴും നാഴിക്ക് 40 വട്ടവും പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു സ്ത്രീയാണ്. ഈ അന്തസ്സും അഭിമാനവും ഒക്കെ പോകാൻ നമ്മുടെ അലീന സത്യം തുറന്നു പറഞ്ഞാൽ മതി എന്നറിയില്ല. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയാണ് കേട്ടോ. അപ്പൊ അലീന ആകെപ്പാടെ ആ റൂം അങ്ങ് മാറ്റിയെടുത്തു. മുത്തശ്ശി കിടക്കുന്ന റൂം അതൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വൃത്തിയാക്കി അടുക്കി പെറക്കി നല്ല സൂപ്പറായിട്ട് വെച്ചിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ മുത്തശ്ശിയുടെ ഈ രൂപം മാറ്റി മുത്തശ്ശിയുടെ തലമുടിയൊക്കെ ചീകി കെട്ടി കുളിപ്പിച്ച് ദേഹമൊക്കെ തുടച്ച് നെറ്റിയിലൊരു ഭസ്മമൊക്കെ തൊട്ടുകൊടുത്ത് അടിപൊളിയാക്കി മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ
അലീന കഞ്ഞിയൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ കഞ്ഞി കൊടുക്കുന്നതിന്റെ ഇടയിൽ പറയുന്നുണ്ട്, മോൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്, ശമ്പളക്കാരി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അല്ല ഇതെന്ന് പറയുമ്പോൾ, അതിന് ഞാൻ ശമ്പളക്കാരിയാണെന്ന് ആരാ പറഞ്ഞത്, ഞാൻ ശമ്പളക്കാരിയൊന്നും അല്ല, ഞാൻ ഇതുപോലെയുള്ള ഒത്തിരി മുത്തശ്ശിമാരെയും മുത്തശ്ശന്മാരെയും ഒക്കെ ശുശ്രൂഷിച്ചിട്ടുണ്ട്, അതൊന്നും പൈസ കരുതിയിട്ടല്ല, എനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് കൊടുത്തിട്ടേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും എനിക്കൊന്നും സ്വന്തമായിട്ട് വേണ്ട, അത് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. മോളെ പോലെയുള്ള മക്കളെ കാണാനേ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ലോകത്തില്ല. ഞാനിവിടെ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്ത് ചെയ്യാനാണ്, എങ്ങനെയെങ്കിലും ഒക്കെ ജീവിതം അങ്ങ് തള്ളി നീക്കി മുന്നോട്ടേക്ക് പോകണം. അപ്പൊ ഇതിനു മുമ്പായിട്ട് തന്നെ ഒരു സീനും കൂടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ കമലയുടെ മകൾ, അതായത് മനുശങ്കറിന്റെ അമ്മയുടെ മകള്, മനുശങ്കറിന്റെ അമ്മ പറഞ്ഞിട്ട്, അതായത് കമല പറഞ്ഞിട്ട് കുറച്ച് കഞ്ഞി കൊണ്ടുവരാണ്. അപ്പൊ ആ റൂമിലേക്ക് കയറാതെ അറപ്പായിട്ട് വെളിയിൽ നിന്നിട്ട്, ഇന്നാ കഞ്ഞി, എടി എടി ഇന്നാ കഞ്ഞി എന്ന് പറഞ്ഞ് അലീനയ്ക്ക് വിളിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആ റൂമിലേക്ക് കയറി വരാൻ പറയുമ്പോ, പിന്നെ ഈ വൃത്തികെട്ട റൂമിലേക്ക് ഞാൻ എന്തിനാ കയറി വരുന്നത്, ഇവിടെ വന്നു കഴിയുമ്പോ ഒരു വൃത്തികെട്ട നാറ്റ, മുത്തശ്ശൻ മരിക്കാൻ കിടന്നപ്പം ഈ നാറ്റം തന്നെയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ പെണ്ണ് ഇറങ്ങി പോകുന്നത്. ഇത് കേൾക്കുമ്പം ആ കിടക്കുന്നവരുടെ അവസ്ഥയൊന്ന് നമ്മൾ ചിന്തിക്കണം. ആ പുള്ളിക്കാരി, അതായത് മുത്തശ്ശി പറയാണ്, കണ്ടില്ലേ അവള് പറഞ്ഞത് ഞാൻ മരിക്കാറായെന്നാണ്, അപ്പൊ ഞാൻ മരിക്കുന്നതും കാത്തിരിക്കുകയാണ് എന്റെ കൊച്ചുമക്കളൊക്കെ. അപ്പോഴേക്കും നമ്മുടെ അലീന പറയുന്നുണ്ട്, അതൊക്കെ എന്തിനാ മുത്തശ്ശി കാര്യമാക്കുന്നത്, അറിവില്ലാത്ത കുട്ടിയല്ലേ, കുട്ടി നിന്റെ അത്രയും പ്രായമുള്ള പെണ്ണ് തന്നെ അവള്, അവൾക്ക് അറിവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ സമ്മതിച്ചു തരില്ല. പ്രായത്തിനനുസരിച്ചുള്ള അറിവല്ല വേണ്ടത്, അതെ എല്ലാം അറിഞ്ഞു കേട്ട് കണ്ട് പ്രവർത്തിക്കുന്നതിനാണ് അറിവുള്ള കുട്ടികൾ എന്ന് പറയുന്നത്. അത് കുട്ടിയെ പോലെയുള്ള കുട്ടി തന്നെയാ. ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആ കമലയല്ലേ വളർത്തുന്നത്, അവളുടെ കാര്യം പറയുന്നതിൽ ഭേദം പറയാതിരിക്കുന്നത് നല്ലത്. ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാത്തൊരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. നമ്മളൊക്കെ ഒരു സ്ത്രീയല്ലേ, നമ്മളോടൊരു സ്ത്രീ പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് അവളോട് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ, മനസാക്ഷി തീരെയില്ല. പോട്ടെ, വല്ല വിശപ്പിന് ദാഹത്തിനും എന്തെങ്കിലും തരുമോന്ന് വെച്ചാൽ തോന്നിയ സമയത്താ കൊണ്ട് തരിക, സാരമില്ല മുത്തശ്ശി പതുക്കെ പറ, ഇതൊക്കെ അവര് കേട്ട് കഴിഞ്ഞാല് കേക്കട്ടെ, കേട്ടാൽ എന്താ പ്രശ്നം ഇരിക്കുന്നത്, ഞാൻ പോകും, ഞാൻ എന്റെ മോളുടെ അടുത്ത് പോകും, എന്റെ മോളുടെ അടുത്ത് പോകാനാ ഞാൻ കാത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ അലീനയും മനസ്സിലിങ്ങനെ ചിന്തിക്കുക, അതെ ഞാനും കാത്തിരിക്കുന്നത് എന്റെ അമ്മയെ കാണാൻ വേണ്ടി തന്നെയാണെന്ന്. അങ്ങനെ ആ മുത്തശ്ശിക്ക് ആ ആഹാരം വാരിക്കൊടുക്കാൻ കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അലീന നേരെ കിച്ചണിലേക്ക് ഇതൊക്കെ വെക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കമല ചോദിക്കുക, അല്ല നിനക്ക് തിന്നാൻ വല്ലതും വേണോ, അതോ ഇനിയിപ്പം ഒന്നും വേണ്ടേ. അപ്പം ഒന്ന് ഓർത്തോണം, നമ്മുടെ അലീന ഭക്ഷണം കഴിച്ചത് രാവിലെ റെസ്റ്റോറന്റിൽ നിന്നെങ്ങാണ്ടാണ്, പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലെന്ന് മനുശങ്കറിന്റെ ഇടയ്ക്ക് വന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൾക്ക് ഭക്ഷണം കൊടുക്കില്ല, അവള് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കണ്ട, അവള് വേലക്കാരിയാണ്, നമ്മളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവള് കഴിച്ചാൽ മതി എന്നാണ് കമലയുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ നമ്മുടെ അലീനയ്ക്ക് എല്ലാവരും കഴിഞ്ഞു കൊടുക്കാമെന്നാണ് കമല പറഞ്ഞത്. അപ്പം അത് പ്രകാരം നമ്മുടെ അലീന വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, കിച്ചണിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, നിനക്ക് വേണമെങ്കിൽ തരാം, ഇല്ലെങ്കിൽ അതെനിക്ക് പട്ടിക്കെടുത്ത് കൊടുക്കാനാന്ന്. ഏതായാലും ഇത് കേട്ടോണ്ടാ മനുശങ്കർ വരുന്നത്. മനുശങ്കർ, എന്ത് വർത്താനം അമ്മ ഈ പറയുന്നത്, പട്ടിക്ക് കൊടുക്കാനോ, അതെ ഇവിടുത്തെ പട്ടി കഞ്ഞിയും ചമ്മന്തിയും അച്ചാറും കൂട്ടിയാണോ ആഹാരം കഴിക്കുന്നത്, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഒരു മനസാക്ഷി ഇല്ലാതായി പോയല്ലോ, ഇതൊക്കെ എന്തിനുണ്ടാക്കി വെച്ചിരിക്കുന്നതാ. അല്ല അമ്മ ഇങ്ങ് വന്നേ, ഈ ഇരിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം രാത്രി അമ്മയ്ക്ക് പുഴുങ്ങി തിന്നാനാണോ, രാവിലെ വേസ്റ്റ് ആയിട്ട് എടുത്ത് കളയാനല്ലേ, ഇതിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് ശകല ആഹാരം കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ. അപ്പൊ നമ്മുടെ അലീന പറയുന്നുണ്ട്, അയ്യോ എനിക്ക് വേണ്ട, അല്ലെങ്കിലും എനിക്ക് ഈ കഞ്ഞിയും ചമ്മന്തിയും ഒക്കെ കുടിച്ചു തന്നെയാ ശീലം, അതിന്റെ ആവശ്യമുള്ളൂ എന്നിങ്ങനെ പറയാം. ഏതായാലും വാ തോരാതെ നമ്മുടെ മനുശങ്കർ കമലേനെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ഇറങ്ങാതെ ചാകത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴേ എനിക്ക് ദേഷ്യം വരുന്നത്. ഇനിയെങ്കിലും ഒരു മനുഷ്യ സ്ത്രീ ആയിക്കൂടി, ഇത്രയും പ്രായമായില്ലേ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചു വല്ലാണ്ടങ്ങ് നമ്മുടെ മനുശങ്കർ കമലേനെ പറയുന്നുണ്ട്. എന്നിട്ട് മനുശങ്കർ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും കമല, നീ വന്ന് കയറിയതേ ഉള്ളൂ, അതിനു മുമ്പ് അവന്റെ വായിലിരിക്കുന്ന മുഴുവൻ നീ എന്നെ കൊണ്ട് കേൾപ്പിച്ചല്ലോ, ഇങ്ങനെയാണെങ്കിൽ അധികം നാളെ നീ ഇവിടെ വാഴും, നീ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ആ കഞ്ഞി എടുത്തിട്ട് വേറെ കുടിച്ചിട്ട് പോകുന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ടിട്ടും ഇതൊക്കെ കണ്ടിട്ടും നമ്മുടെ അലീനയ്ക്ക് ഒരു തുള്ളി കണ്ണീരൊന്നും വരുന്നില്ല. കാരണം ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാകാം അലീന ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ അലീന ആ കിട്ടിയ കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ രേവതിനെയാണ് കേട്ടോ. അപ്പൊ രേവതി അവിടെ അത്യാവശ്യം സന്തോഷത്തിൽ തന്നെയാണുള്ളത്. അപ്പൊ രേവതി അവിടെ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ ഈ ചിക്കൻ ഫ്രൈ ഒക്കെ ആണെങ്കിൽ വെറുതെ കളയാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ രേവതി, ഇത് എന്തിനാ ഇതൊക്കെ വേസ്റ്റ് ചെയ്ത് കളയുന്നത്, എൻ്റെ ഈശോയെ ഈശോ ഇത് പൊറുക്കുവോ, ഏതായാലും ഇത് വേസ്റ്റ് ചെയ്ത് കളയാനുള്ള സാധനങ്ങളൊന്നും അല്ലെന്ന് പറഞ്ഞുകൊണ്ട് അതിലിരിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ, അതായത് അവർ വെച്ചിരിക്കുന്ന ബാക്കി ഭക്ഷണങ്ങൾ നമ്മുടെ രേവതി എടുത്ത് കഴിക്കുമ്പോൾ അവിടുത്തെ ആ ചേച്ചി വരികയാണ്. അപ്പൊ പുള്ളിക്കാരി വന്നിട്ട്,
ഹേ, എന്താ രേവതി നീ കാണിക്കുന്നത്? ഓ, മോശം മോശം മോശം. ഇതെന്തൊരവസ്ഥ ഇതെന്താ എച്ചിൽ വറക്കി തിന്നുന്നോ? അതും നീ കട്ട് തിന്നുവാണോ? അയ്യോ, ഞാൻ കട്ട് തിന്നതല്ല. അപ്പൊ അവിടുത്തെ ആ പുള്ളിക്കാരനും വന്നിട്ട്, അല്ല എന്താ ദേ ഇവളിതൊക്കെ കട്ട് തിന്നുന്നു. അയ്യോ, ഞാൻ കട്ട് തിന്നതല്ല, ഇതൊക്കെ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. ഞങ്ങളൊന്നും ഇങ്ങനെ വേസ്റ്റ് ആക്കി കളഞ്ഞിട്ടില്ല ഒന്നും. ആഹാരം ഞങ്ങൾ അത്യാവശ്യം ഉണ്ടാക്കാറുള്ളൂ. അത് കഴിച്ചിട്ട് ഒരിക്കലും വേസ്റ്റ് വരുന്നത് ഞങ്ങൾ കളയാറുമില്ല. അത് ഞങ്ങള് തെരുവില് ഇങ്ങനെ നടക്കുന്ന നായകൾക്കൊക്കെ കൊടുക്കുകയുള്ളൂ. അല്ലാതെ ഒരു തുള്ളി ആഹാരം ഞങ്ങൾ വേസ്റ്റ് ചെയ്ത് കളയാറില്ല. അതുകൊണ്ടാ ഇത് കണ്ടപ്പം എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. ഇങ്ങനെ ഭക്ഷണം വേസ്റ്റ് ചെയ്ത് കളയുന്നത് ശരിയല്ല. അന്നും വെച്ച് നീ ഇതൊക്കെ വാരി തിന്നുന്നത്, വേണ്ട വേണ്ട, ഇവിടെ ആവശ്യത്തിന് നിനക്ക് ഫുഡ് തരുന്നുണ്ടല്ലോ, ദേ ഇത് കൊണ്ട് കളഞ്ഞ് ഇങ്ങനെ വാരി ഒന്നും കഴിക്കണ്ട. ഞാന് ഞാനും ഏട്ടനും തിന്നേണ്ട ബാക്കി അങ്ങനെ വേറെ ആരും കഴിക്കണ്ട, കൊണ്ട് കളയാനാ പറഞ്ഞത് എന്ന് പറയാണ്. പക്ഷേ നമ്മുടെ ആ ഒരു പുള്ളിക്കാരിക്ക് രേവതിയുടെ ദേഷ്യമല്ല കേട്ടോ, ഒരു പാവത്വമാണ്, ഒരു പാവം തോന്നുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്. അവരുടെ എച്ചിലാണല്ലോ കഴിക്കുന്നത് എന്ന് ഓർത്തിട്ട്. പക്ഷെ ഈ സ്ഥാനത്ത് നമ്മുടെ കമലയായിരുന്നെങ്കിലോ അകത്ത് വായിൽ കുത്തിക്കറ്റി വെച്ച് കൊടുത്തേനെ അലീനയ്ക്ക്. ഏതായാലും അങ്ങനത്തെ ഒരു സീൻ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. ഇതിന് ശേഷം കാണിക്കുന്നത് ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കിടക്കാൻ പോകാണ് കേട്ടോ. അപ്പം കിടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ മനുശങ്കറിന്റെ അനിയനുണ്ട്, ഹരിശങ്കർ എന്നാണ് പേര്. പുള്ളിക്കാരൻ അലീനയോട് നല്ല രീതിയിലല്ല പെരുമാറുന്നത്. ആ ചെക്കന് ഇച്ചിരി റോങ് ആണ് കേട്ടോ. നമ്മുടെ അലീനയോട് വന്നിട്ട് പറയാണ്, ഇവിടെ നോക്കിയും കണ്ടൊക്കെ നിന്നാൽ നിനക്ക് കൊള്ളാം, പിന്നെ ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാൻ ടിപ്പും തരും ശമ്പളത്തിന്റെ പുറമെ. അപ്പൊ അലീന പറയുന്നുണ്ട്, എനിക്ക് ശമ്പളം മാത്രം മതി, ടിപ്പ് വേണ്ട എന്ന്. അപ്പൊ അലീനയുടെ ഈ വാക്ക് കേട്ടപ്പോൾ തന്നെ അലീനയോട് ചെറിയൊരു ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഈ ചെറുക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തിയായിട്ടൊരു ചെറുക്കനാണ് കേട്ടോ. നമ്മുടെ അലീനയെ വേറൊരു കണ്ണിലാണ് കാണുന്നത്. വേറൊന്നുമല്ല, ഇച്ചിരി കണ്ടു കഴിയാൻ ഇച്ചിരി തരക്കേടില്ലാത്തൊരു പെൺകുട്ടിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു പെൺകുട്ടി വരുമ്പം എന്തുകൊണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾക്കായി ഉപയോഗിച്ചു കൂടാ എന്ന് ചിന്തിക്കും. ആ ഒരു ലെവലിലാണ് മനുശങ്കർ ചിന്തിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ മനുശങ്കർ അല്ല, സോറി, ഹരിശങ്കർ ചിന്തിക്കുന്നത്, അതായത് മനുശങ്കറിന്റെ അനിയൻ. ഈ സമയത്ത് മനു ആയിക്കോട്ടെ നമ്മുടെ അലീനയെ അതുപോലെ തന്നെ നല്ല രീതിയിൽ എന്താ പറയാ, നല്ലൊരു നല്ലൊരു ചെക്കനാണ് കേട്ടോ നമ്മുടെ മനു. അതുപോലെയാണ് അലീനയെ കാണുന്നതും സംരക്ഷിക്കുന്നതും അലീനയുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഒരു വിശേഷമാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഇനിയിപ്പം വൈകിട്ട് കാണാം നമുക്ക് നാളത്തെ പ്രഭവ വിശേഷമായിട്ട്. ലൈക്ക് അടിക്കാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.